The priesthood is always used to serve, to bless, and to strengthen other people. Nothing about priesthood is self-centered. പൗരോഹിത്യത്തിന്റെ ഈ മഹാത്മ്യം തിരിച്ചറിഞ്ഞ ഇംഗ്ലണ്ടിൽ നിന്നുള്ള സെയിന്റ് നിക്കോളാസ് ഓവൻ. അദ്ദേഹം ഒരു പുരോഹിതനല്ല, പക്ഷേ ആ ജീവിതവും മരണവും പൗരോഹിത്യത്തിനും പുരോഹിതർക്കും വേണ്ടിയുള്ളതായിരുന്നു. He was the son of a carpenter and raised in a family dedicated to the persecuted church, and he himself became a carpenter and mason. ഓവന്റെ രണ്ട് ബ്രദേഴ്സ് വൈദികരും മറ്റൊരാൾ അണ്ടർഗ്രൗണ്ട് കാത്തലിക് ബുക്സിന്റെ പ്രിന്ററുമായിരുന്നു. കെട്ടിടപ്പണിയിലെ തന്റെ കഴിവ് ഉപയോഗിച്ച് വൈദികർ താമസിക്കുന്ന കെട്ടിടങ്ങൾക്ക് അണ്ടർഗ്രൗണ്ട് ഹൈഡിംഗ് പ്ലേസസും എസ്കേപ്പ് റൂട്ട്സും ഉണ്ടാക്കുന്ന ജോലിയായിരുന്നു ഓവന്. ജീവിതകാലത്ത് നൂറുകണക്കിന് വൈദികരെ രക്ഷിച്ച ആ ജോലിക്ക് പക്ഷേ റെക്കോർഡ്സ് ഒന്നുമില്ല. ആന്റി കാത്തലിക് അതോറിറ്റീസിന് ഹൈഡിംഗ് പ്ലേസസ് ഉണ്ടെന്ന് മനസ്സിലായെങ്കിലും ആരാണ് അത് ചെയ്യുന്നതെന്ന് അറിയില്ലായിരുന്നു. അവസാനം പിടിക്കപ്പെട്ടപ്പോൾ ഓവൻ വാസ് എൻഡ്ലെസ്ലി ടോർച്ചർഡ് ഫോർ ദ ഇൻഫർമേഷൻ ഓൺ ദ അണ്ടർഗ്രൗണ്ട് നെറ്റ്വർക്ക് ഓഫ് പ്രീസ്. പീഡനങ്ങൾക്കിടയ്ക്ക് ഒരു ചുവരിൽ നിന്ന് തൂക്കിയിട്ട് വയറ് പിളർന്നുപോയി മണിക്കൂറുകൾ കിടന്നാണ് അദ്ദേഹം മരിച്ചത്. വി താങ്ക് യു ലോർഡ് ഫോർ ദ ഗിഫ്റ്റ് ഓഫ് അവർ പ്രീസ്.